ഹലോ ഗൈസ്, ഞാൻ എന്താ മുറിക്കണേന്നറിയോ? സ്രാവ് മീമി. ഞങ്ങൾ സാധാരണ മീൻ വാങ്ങാൻ പോകുന്ന കടകളിലൊന്നും സ്രാവ് മീൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ചെറിയ മീനൊക്കെ കിട്ടില്ലേ, സ്രാവ്, അങ്ങനെയൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഹസ്ബൻഡും ഫ്രണ്ട്സും കൂടെ ബോട്ടിൽ മീൻ പിടിച്ച് കൊണ്ടുവരുന്നവരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ വലിയ ഷാർക്കിൻ്റെ ഒരു കഷ്ണം തോന്നുന്നു. വലിയ ഷാർക്ക് എന്ന് പറയുമ്പോൾ എത്ര വലുതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കറി വയ്ക്കാനായിട്ട് 3 ചോള കുടപ്പുളി ചൂടുവെള്ളത്തിൽ ഞാൻ കുതിരാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ഇതൊക്കെ ചേർത്തു. എന്നിട്ട് വറക്കാനുള്ള കഷ്ണങ്ങൾ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് അതിലേക്ക് മാങ്ങ ഇട്ടു, പച്ചമുളക് ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. പിന്നെ മെഷറിങ് കപ്പിൽ ഒരു 4 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് കേട്ടോ. മീൻ അധികം ഉള്ളതുകൊണ്ടാണ് 4 കപ്പ് ഒഴിച്ചത് കേട്ടോ. കുറച്ച് മീനുള്ളെങ്കിൽ വെള്ളം കുറവ് മതി. വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നാളികേരപ്പാൽ ഒഴിക്കാം. ഇപ്പം നാട്ടിലാണെങ്കിൽ നാളികേരപ്പാൽ പിഴിയുമ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ടൊക്കെ 3 പ്രാവശ്യം പാൽ പിഴിയും. അപ്പം 3-ാം പാൽ ഒഴിച്ചിട്ടാണ് തിളപ്പിക്കുക വെള്ളത്തിന് പകരം. അത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ 2-ാം പാൽ ഒഴിക്കും. ലാസ്റ്റ് 1-ാം പാൽ ഒഴിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഉള്ളി കാച്ചുക. ഇപ്പം എൻ്റെ അമ്മായിമ്മയൊക്കെ എങ്ങനെയാണ് വയ്ക്കുകയെന്ന് വെച്ചാൽ പാല് 2 പ്രാവശ്യം പിഴിയും. എന്നിട്ട് 2-ാം പാലിൽ മീൻ മൊത്തം വേവിക്കും. അത് കഴിഞ്ഞ് തിളച്ച് നല്ലോണം വറ്റി കഴിയുമ്പോൾ 1-ാം പാൽ ഒഴിച്ച് അത് നന്നായി തിളച്ച് കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക കേട്ടോ, ഉള്ളി കാച്ചുക. അപ്പം ഞാനിവിടെ മാഗിയുടെ കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിനകത്ത് 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തു. 1 കപ്പ് മെഷറിങ് കപ്പ് കേട്ടോ. എന്നിട്ട് കട്ടയില്ലാണ്ട് കലക്കിയിട്ട് അതാണ് ഒഴിച്ചിരിക്കുന്നത്. സാധാരണ ഞാൻ ടിന്നിൽ വരുന്ന കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ കയ്യിൽ ടിന്ന് പാൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ എമർജൻസി യൂസിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആളാണ് മാഗിയുടെ പൗഡർ. അപ്പോൾ നമ്മുടെ മീൻ കറി ആവശ്യത്തിന് വെച്ച് ഞാൻ വലിയൊരു ചുവന്നുള്ളിയാണ് കേട്ടോ അതിനകത്ത്. ഇവിടെ കിട്ടുന്ന ചുവന്നുള്ളി നല്ല വലിപ്പമുള്ളതും കിട്ടും, തീരെ ചെറുതും കിട്ടും. അപ്പോൾ ഞങ്ങൾ വലിയ ചുവന്നുള്ളിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചുവന്നുള്ളിയാണ് അരിഞ്ഞത്, വെളിച്ചെണ്ണയിലാണ് കാച്ചിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ ചുവന്നുള്ളിയാണ് കിട്ടുന്നതെങ്കിൽ ഒരു 5-6 എടുത്ത് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ കാച്ചുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, മാങ്ങയുടെ പുളിയും കുടംപുളിയുടെ പുളിയും ഒക്കെ ആയിട്ട്. അപ്പോൾ മീൻ കുറച്ച് വറുത്തു. പിന്നെ ചോറുണ്ണാനായിട്ട് മീൻ കറിയും മീൻ വറുത്തതും ബീട്രൂട്ട് തോരൻ വെച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഹസ്ബൻഡിനും സ്രാവ് കറി വെച്ചതും വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലിത് കഴിച്ച് വളർന്നതുകൊണ്ടായിരിക്കും. പക്ഷേ ഇവിടെ പിള്ളേർക്ക് വലിയ താല്പര്യമില്ല ഈ മീൻ വറുത്തത്. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.